بسم الله الرحمن الرحيم وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون وإذا تتلى عليهم آياتنا بينات ما كان حجتهم إلا أن قالوا ائتوا بآبائنا إن كنتم صادقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء وأفضل النبيين محمد صلى الله عليه وسلم وآله وصحبه أجمعين. ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ജാസിയയിലെ 24-25 സൂക്തങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. വഖാലു, അവർ പറയുന്നു, മാഹിയ, ഇല്ല അല്ലാതെ, ഹയാത്തുന, നമ്മുടെ ജീവിതം, അദ്ദുനിയ, ദുനിയാവിലെ നമ്മുടെ ജീവിതമല്ലാതെ മറ്റൊന്നില്ല എന്നവർ പറയുന്നു. നമൂത്തു, നാം മരിക്കുന്നു, വനഹ്യ, നാം ജീവിക്കുന്നു, വമാ യുഹ്ലിക്കുന, നമ്മെ നശിപ്പിക്കുന്നില്ല, ഇല്ല അല്ലാതെ, അദ്ദഹർ, കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല, വമാ ലഹും, അവർക്കില്ല, ബിദാലിക, ഇതുമായി ബന്ധപ്പെട്ട്, മിൻ ഇൽമിൻ, ഒരു അറിവും, ഇൻഹും, അവരല്ല, ഇല്ലാ യളുന്നൂൻ, ഊഹിക്കുന്നവരായിട്ടല്ലാതെ, വൈദാ തുത്ല, ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, അലൈഹിം, അവരുടെ മേൽ, ആയാത്തുന, നമ്മുടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ബയ്യിനാത്തിൻ, വ്യക്തമായി, മാക്കാന, ആയിരുന്നില്ല, ഹുജ്ജത്തുഹും, അവരുടെ ന്യായം, ഇല്ല അങ്കാലു, അവർ പറഞ്ഞതല്ലാതെ, ഇതു, വരൂ, ബി, കൊണ്ട്, ആബാഇന, ഞങ്ങളുടെ പിതാക്കന്മാരെയും കൊണ്ട്, ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാന്മാർ. ഇച്ഛയെ ഇലാഹാക്കിയവരെ പറ്റിയാണ് മുൻ സൂക്തത്തിൽ പറഞ്ഞത്. അത്തരം ആളുകളുടെ വാദം ജീവിതം ഇവിടെ തുടങ്ങുന്നു, ഇവിടെ ഒടുങ്ങുന്നു എന്നതാണ്. കാലം നമ്മെ അതിൻ്റെ യവനികക്കുള്ളിലേക്ക് മറക്കും എന്നതാണ്. പിന്നെ ഒരു തിരിച്ചുവരവില്ല എന്നതുമാണ്. ഈ വാദം ബുദ്ധിപരമല്ല, യുക്തിപരമല്ല, തെളിവുകളുടെ പിൻബലത്തിലല്ല അവരീ പറയുന്നത്. പ്രപഞ്ചത്തിൽ മനുഷ്യന് മറ്റു സൃഷ്ടികൾക്കില്ലാത്ത അതിവിശിഷ്ടമായ ശരീരപ്രകൃതിയുണ്ട്, യോഗ്യതകളുണ്ട്, കഴിവുകളും ശ്രേഷ്ഠതയുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലും പരിസരത്തും കാണപ്പെടുന്ന സകല വസ്തുക്കളെയും നിയന്ത്രിക്കാൻ അള്ളാഹു മനുഷ്യന് കഴിവ് നൽകിയിട്ടുണ്ട്. ഇപ്രകാരം യുക്തിപൂർണമായി ലക്ഷ്യത്തോടെ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ മനുഷ്യൻ എന്ന സൃഷ്ടിയെ സൃഷ്ടിച്ച റബ്ബ് ആ സൃഷ്ടിയെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഉത്തരവാദിത്തമില്ലാത്തവനായി ഉപേക്ഷിക്കുക എന്നത് ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്നതേയല്ല. അധികാര അവകാശങ്ങളും കഴിവുകളും സ്ഥാനമാനങ്ങളും നൽകിയവൻ്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിലും ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ട്. ഈ ചിന്തയാണ്, ഈ സത്യമാണ് യുക്തിപരമായത്, ബുദ്ധിപരമായത്. ഈ ലോകത്ത് അന്ധമായി ജീവിക്കുകയും ദുഷ്കൃത്യങ്ങളിൽ ഏർപ്പെടുകയും കുഴപ്പമുണ്ടാക്കുകയും നാശം വരുത്തുകയും നാശം പരത്തുകയും ചെയ്ത ഒരാൾ അയാളുടെ ദുഷ്ടതയുടെ ഒരു ഫലവും അനുഭവിക്കാതിരിക്കുക, മറുവശത്താവട്ടെ റബ്ബായ ഏകനെ അംഗീകരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച മറ്റു മനുഷ്യരെ സഹായിച്ച ഒരാൾക്ക് ഒന്നും ലഭിക്കാതിരിക്കുക, അയാളുടെ സൽഫലങ്ങൾ വിലക്കപ്പെടുക എന്നത് ബുദ്ധിയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഒരാൾ ജീവിതകാലം മുഴുവൻ ധാർമ്മിക നിയമങ്ങൾ പാലിക്കുന്നു, പലതും സഹിക്കുന്നു, ഏക ഇലാഹിൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു, സൃഷ്ടികളുടെ അവകാശങ്ങൾ വകവെക്കുന്നു,
മറ്റൊരാളാവട്ടെ നേരെ മറിച്ച് എല്ലാ കുഴപ്പത്തിൻ്റെയും ആളാണ്. ഈ രണ്ട് വ്യത്യാസവും അവഗണിക്കുന്നവനാണ് അള്ളാഹു എന്ന് അള്ളാഹുവെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. മരണം വരെ രണ്ടു കൂട്ടരുടെയും ജീവിതം ഒരുപോലെ ആയിരുന്നില്ലെങ്കിൽ മരണശേഷവും അങ്ങനെയാവുക സാധ്യമേയല്ല. പരലോക ജീവിതമില്ലെങ്കിൽ, വിചാരണാ വൻസഭയില്ലെങ്കിൽ, മനുഷ്യകർമ്മങ്ങളെ അടിസ്ഥാനമാക്കി രക്ഷയോ ശിക്ഷയോ ഇല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച പ്രപഞ്ച സംവിധാനം അന്ധവും യുക്തിരഹിതവും ആണ് എന്ന് വരും. യുക്തിയുടെയും ബുദ്ധിയുടെയും താല്പര്യമാണ് പരലോകം എന്നതിനാൽ പരലോകം ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. പരലോക നിഷേധം യുക്തിയെയും നീതിയെയും മാത്രമല്ല നിരർത്ഥകമാക്കുന്നത്, ധാർമ്മികതയുടെ കൂടി കടപുഴക്കുന്നുണ്ട് പരലോക നിഷേധം. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും പരിണിതി ഒന്നാണെങ്കിൽ ദുഷ്ടനായിരിക്കും സമർത്ഥൻ. കാരണം അവൻ മരിക്കും മുമ്പ് ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കിയിരിക്കുന്നു. ശിഷ്ടനാവട്ടെ നല്ലവനാകട്ടെ തൻ്റെ പേരിൽ സ്വയം പല ബാധ്യതകളും അവൻ ചുമത്തി, ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണം വരുത്തി. അതിന് കാരണം താൻ തൻ്റെ കർമ്മങ്ങൾക്ക് റെസ്പോൺസിബിൾ മാത്രമല്ല അക്കൗണ്ടബിൾ കൂടിയാണ് പരലോകത്ത് എന്ന ഉറച്ച ബോധ്യമാണ്. തൻ്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് മറുലോകത്ത് എന്ന ഉറപ്പാണ്. മനുഷ്യനെ ഏതവസ്ഥയിലും നന്മയുടെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് പരലോകത്തുള്ള ദൃഢവിശ്വാസത്തിൻ്റെ വഴിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയും മഹത്തായ സേവനങ്ങൾക്ക് സമ്മാനവും വേണം എന്നത് മനുഷ്യബുദ്ധിയുടെ തേട്ടമാണ്. പ്രകൃതിയുടെ ഈ തേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയും നല്ല കർമ്മങ്ങൾക്ക് പുരസ്കാരവും അംഗീകാരവും നൽകി വരുന്നത്. എല്ലാ രാജ്യത്തും ഉണ്ട് ഇത്. നല്ല ആളുകൾക്ക് വലിയ വലിയ പുരസ്കാരങ്ങളും അവാർഡുകളും രാജ്യങ്ങൾ നൽകുന്നു, ചീത്ത വ്യക്തികൾക്ക് ശിക്ഷ നൽകുന്നു, ജയിലിലടക്കുന്നു. ധർമ്മങ്ങളും പ്രതിഫലവും തമ്മിലും, ധാർമ്മിക നിയമവും പ്രതിഫല നിയമവും തമ്മിലും അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് ഇത് നമ്മോട് വിളിച്ചു പറയുന്നത്. ഭൂമി ലോകത്ത് പൂർണ്ണമായ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ പോകട്ടെ, ഒരു ശിക്ഷ പോലും ലഭിക്കാത്ത എത്രയെത്ര കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പൂർണ്ണമായ പുരസ്കാരമോ അംഗീകാരമോ സമ്മാനമോ പ്രതിഫലമോ ലഭിക്കാത്ത സൽക്കർമ്മങ്ങൾ പോകട്ടെ, ഒരു പ്രതിഫലം പോലും നൽകപ്പെടാത്ത എണ്ണമറ്റ സൽക്കർമ്മങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവ രണ്ടും അർഹിച്ച പരിഗണനയ്ക്ക് വിധേയമാക്കണമെങ്കിൽ പരലോകത്തെ അംഗീകരിച്ചേ പറ്റൂ. നീതിബോധമുള്ള മനുഷ്യനുണ്ടായത് നീതിയില്ലാത്ത ഒരു ലോകത്തിൽ നിന്നാണ് എന്ന് സങ്കല്പിച്ചാൽ അതെന്തുമാത്രം ബുദ്ധിശൂന്യമാണ്. അക്രമികൾ മനുഷ്യ ചരിത്രത്തിലുടനീളം നശിച്ചിട്ടുണ്ട്. ഇത് പ്രപഞ്ചം കാണിച്ചു തന്ന, ചരിത്രം പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അപ്പോൾ ബോധമില്ലാത്ത അന്ധമായ ഒരു ശക്തിയല്ല ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത്. അക്രമി സമൂഹങ്ങളുടെ നാശം നമ്മോട് ഉണർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ബോധമുള്ള ഒരു നാഥൻ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ്. ഒരു സമൂഹവും ഒരു പരിധിയിലേറെ ദുഷ്കൃത്യങ്ങളിലൂടെ പോയാൽ അവർ നശിക്കാത്ത ചരിത്രമില്ല. വമാ യുഹ്ലിക്കുന ഇല്ല ദഹർ, കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നത്, അങ്ങനെ നശിച്ചങ്ങ് പോകുമെന്നാണ് ഇവരുടെ വാദം. ഗ്യാരണ്ടിയോടെ ഇത്രകാലം ജീവിച്ച് പിന്നീട് നശിച്ച് മരിച്ച് ഭൂമിയോട് വിട പറയുന്നവരല്ല ആരും. കാലപ്പഴക്കം കാരണം മാത്രം ഒരാൾ മരണപ്പെടുന്നില്ല. നിശ്ചിത കാലം മരണത്തിന് ആവശ്യവുമില്ല. നിശ്ചിത കാലം ജീവിച്ച് വർഷങ്ങൾ ചെലവഴിച്ചാണ് ഒരാൾ മരിക്കുന്നത് എന്നതല്ലല്ലോ യാഥാർത്ഥ്യം. വൃദ്ധന്മാരെ പോലെ കുട്ടികളും രോഗികളെപ്പോലെ ആരോഗ്യമുള്ളവരും എല്ലാം മരണപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏത് അവസ്ഥയിലുള്ളവരും ഏത് പ്രായത്തിലുള്ളവരും മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാകും ഇത് നിശ്ചയിക്കുന്നത് ദഹ്റല്ല, കാലമല്ല, അതിൻ്റെ പിന്നിൽ അള്ളാഹുവാകുന്ന ശക്തിയുണ്ട് എന്ന്. ആ ശക്തി തന്നെയാണ് രണ്ടാം ജന്മവും നിശ്ചയിച്ചത്. നിങ്ങൾ ജനിച്ചു എന്നത് സത്യമാണെങ്കിൽ, ജീവിച്ചു എന്നത് സത്യമാണെങ്കിൽ, മരിക്കും എന്നതും സത്യമാണെങ്കിൽ, പുനരുജ്ജീവിക്കും എന്നതും സത്യമാണ്. ആ സത്യം അംഗീകരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. എന്നാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവുമില്ല. വമാലഹും ബിഹി മിൻ ഇൽമിൻ, ഒരു വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല അവരീ പറയുന്നത്. തെളിവോടെ ജീവിതം ഭൂമിയിൽ തുടങ്ങി ഭൂമിയിൽ ഒടുങ്ങും എന്നവർക്ക് പറയാൻ കഴിയില്ല. ജനനത്തിൽ ആരംഭിച്ച്
മരണത്തിലൂടെ എല്ലാം ഇല്ലാതാകും എന്നും അവർക്ക് കൃത്യമായ ബയ്യിനാത്തിന്റെ അടിസ്ഥാനത്തിൽ, ആയാത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ലന്ന ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖി ശൈആ. അവരധിക പേരും പിന്തുടരുന്നത് കേവലം ഊഹാപോഹങ്ങളെ മാത്രമാണ്. എന്നാൽ ഊഹങ്ങൾ ഒരിക്കലും സത്യത്തിന്റെ മുന്നിൽ ഉപകാരപ്പെടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 25-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് വൈദാ തുത്സില അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ മാ കാന ഹുജ്ജതുഹും ഇല്ലാ അൻ ഖാലു ഇഅ്തു ബിആബാഇനാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറയുന്ന പരലോകം സത്യമാണെങ്കിൽ എത്രയോ പേർ മരിച്ചു പോയിട്ടുണ്ട്, കൊണ്ടുവരൂ അവരെ, ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ, നേരത്തെ മരണപ്പെട്ടവരെ കൊണ്ടുവരൂ എന്നാണ് അവരുന്നയിക്കുന്ന ചോദ്യം. പരലോകം ഉറപ്പാണെന്ന് തെളിയിക്കുന്ന ബുദ്ധിപരമായ തെളിവുകളുടെ മുന്നിൽ, നീതിയുടെയും യുക്തിയുടെയും താല്പര്യത്തിന്റെ മുന്നിൽ പരലോകമില്ലെന്ന് വേറെ തെളിവുകൾ വെച്ച് സ്ഥാപിക്കാൻ കഴിയാത്ത അവർ ഇത്തരം കുതർക്കങ്ങളിലാണ് ഇടപെടുന്നത്. പരലോകമില്ലെങ്കിൽ, ലോകത്ത് നീതി സമ്പൂർണമായി പുലരുന്ന ആ ലോകമില്ലെങ്കിൽ ലോകത്തിന്റെ നീതി വ്യവസ്ഥക്ക് തന്നെ അർത്ഥമില്ലാതായി തീരും. ഈ സൂക്തത്തിൽ പറയുന്ന ആയാത്ത് എന്നത് പരലോകം ഉറപ്പാണ് എന്ന് തെളിയിക്കുന്ന ബുദ്ധിപരമായ തെളിവുകളാണ്. നീതിയുടെയും യുക്തിയുടെയും താല്പര്യമാണ് പരലോകം എന്നും അതില്ലെങ്കിൽ ലോകത്തെ വ്യവസ്ഥ തന്നെ അർത്ഥമില്ലാതായി പോകും എന്നും തെളിയിക്കുന്ന തെളിവുകളാണ്. ഈ തെളിവുകൾ അവരുടെ മുന്നിൽ കേൾപ്പിച്ചാലാണ് പരലോക നിഷേധികൾ പറയുന്നത് നിങ്ങൾ നേരത്തെ മരണപ്പെട്ടവരെ കൊണ്ടുവരൂ എന്ന്. അവർ തിരിച്ചു വന്ന് പറയട്ടെ മരണാനന്തര ജീവിതമുണ്ടെന്ന്, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന്. ഇപ്പോൾ അങ്ങനെ ഒന്നില്ല, നേരത്തെ മരണപ്പെട്ടു പോയ ആരും തിരിച്ചു വന്നിട്ടില്ല എന്നതുകൊണ്ട് ഇപ്പോൾ ഇല്ലാത്ത ഒന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് ബുദ്ധിപരമല്ല. ഒരു കാലത്ത് നാം ഇല്ലാത്തവരായിരുന്നു, പിന്നീട് ഉണ്ടായവരാണ്. പിന്നീട് ഉണ്ടായത് അള്ളാഹു നമ്മെ ഇവിടെ സൃഷ്ടിക്കാൻ നിശ്ചയിച്ചത് കൊണ്ടാണ്. അതേ അള്ളാഹു നാം വീണ്ടും സൃഷ്ടിക്കപ്പെടണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. നേരത്തെ മരണപ്പെട്ടവരെ അവരുടെ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാനാണ് പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നിഷേധികൾ വെല്ലുവിളിക്കാറുള്ളതെങ്കിൽ, ഒരിക്കലും മരിച്ചവരെ ഒറ്റക്കൊറ്റക്ക് ഓരോ സമയത്ത് അള്ളാഹു കൊണ്ടുവരുമെന്ന് ഒരു പ്രവാചകനും ഒരു വേദഗ്രന്ഥവും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് പ്രവാചകന്മാരും വിശുദ്ധ ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരും, ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാകും എന്നാണ്. അത് സംഭവിക്കുന്നത് ലോകം അവസാനിക്കുമ്പോഴാണ്. ഒറ്റക്കൊറ്റക്ക് ഒരാളും ഉയർത്തെഴുന്നേൽക്കില്ല, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. ജീവിതം യാദൃച്ഛികമായി ലഭിച്ചതല്ല, മരണം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ജീവിതം തന്നത് അള്ളാഹുവാണ്, തിരിച്ചെടുക്കുന്നത് അള്ളാഹുവാണ്. സമയം രണ്ടിനും നിശ്ചയിച്ചതും പടച്ചവനാണ്. അതുപോലെ അള്ളാഹു മറ്റൊരു ജീവിതത്തിന് സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട്. തെളിവുകൾ മുൻനിർത്തി പരലോകം നിഷേധിക്കാൻ കഴിയാത്ത ഈ വിഭാഗം തോൽവി മറച്ചു വെക്കാൻ ചെയ്യുന്ന കുതന്ത്രമാണ് മുമ്പുള്ളവരെ കൊണ്ടുവരിക എന്ന വാദം. ഈ വാദം സൂറത്ത് ദുഹാനിലും വളരെ കൃത്യമായി ഈ നിഷേധികൾ പറയുന്നതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്ന ഹഉലാഇ ലയഖൂലൂൻ ഇൻ ഹിയ ഇല്ലാ മൗതത്തുനൽ ഊലാ വമാ നഹ്നു ബിമുൻശരീൻ ഫഅ്തു ബിആബാഇനാ ഇൻ കുൻതും സ്വാദിഖീൻ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ആകാശഭൂമികളെ നാം വളരെ ന്യായമായ രൂപത്തിലാണ് പടച്ചത്, പക്ഷേ അവരധിക പേരും അറിയുന്നില്ല. സൂറത്തു ദുഹാനിലും സൂറത്തുൽ ജാസിയയിലും പരലോക നിഷേധികളുടെ ഈ വാദം അള്ളാഹു ഒരുപോലെ പറഞ്ഞിരിക്കുന്നു. ഈ വാദം തൽക്കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ ഉന്നയിക്കാമെന്നതിലപ്പുറം ഒരിക്കലും സ്ഥാപിക്കാനാവാത്ത വാദമാണ്. കാരണം ഓരോരുത്തർ അള്ളാഹു കൊണ്ടുവരുന്നില്ല, ഒന്നിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. അന്ന് വിജയിക്കണമെങ്കിൽ പരലോക വിശ്വാസം ഉണ്ടായേ തീരൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എല്ലാ അർത്ഥത്തിലും കരുണ ചൊരിയുമാറാവട്ടെ.